ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. സഭാപ്രസംഗകൻ 6-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ്. റൂത്ത്, 1 സാമുവൽ, സഭാപ്രസംഗകൻ, ഈ 3 പുസ്തകങ്ങളിൽ നിന്ന് 2026 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളുടെയും വീഡിയോ ഈ വീഡിയോയോടുകൂടെ പൂർണ്ണമാവുകയാണ്. യോഹന്നാൻ, ഗലാത്യ മാത്രമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസിന്റെ ലിങ്കുകൾ ലഭിക്കുന്നതിന് സാമീഡിയയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. സ്ക്രീനിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ജോയിനിങ് ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തി വരുന്നു. 17 മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു. ആകെ 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. തുടർന്നുള്ള മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാനും കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ രജിസ്ട്രേഷൻ ഫീസ് അയച്ചതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ പേരും നമ്പരും കൂടി അയച്ചു തരേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം, സഭാപ്രസംഗകൻ അധ്യായം 6-ൽ ആകെ എത്ര വാക്യങ്ങൾ? 12 വാക്യങ്ങൾ. 2, എന്തിനു കീഴെ മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു? സൂര്യനു കീഴെ. 3, സൂര്യനു കീഴെ ആർക്ക് ദുർവഹമായ ഒരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? മനുഷ്യർക്ക്. 4, സൂര്യനു കീഴെ സഭാപ്രസംഗകൻ കണ്ടിരിക്കുന്നത് എന്ത്? മനുഷ്യർക്ക് ദുർവഹമായ ഒരു തിന്മ. 5, ഒരുവൻ എന്തു ചെയ്യുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു? ആഗ്രഹിക്കുന്നതിൽ. 6, ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും ഡാഷ് ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. സഭാപ്രസംഗകൻ 6 2 പ്രകാരം പൂരിപ്പിക്കുക. കുറവ് വരാത്ത വിധം. 7, ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് നൽകുന്ന എത്ര കാര്യങ്ങളാണ് സഭാപ്രസംഗകൻ പറയുന്നത്? 3 കാര്യങ്ങൾ. 8, ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് എന്തൊക്കെയാണ് നൽകുന്നത്? സമ്പത്തും ഐശ്വര്യവും കീർത്തിയും. 9, സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നെങ്കിലും ദൈവം അവന് അവ എന്തു ചെയ്യാനുള്ള കഴിവ് നൽകുന്നില്ല, അനുഭവിക്കാനുള്ള. 10, ദൈവം ഒരുവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുമ്പോഴും എന്തു നൽകുന്നില്ല? അവ അനുഭവിക്കാനുള്ള കഴിവ്. 11, ദൈവം ഒരുവന് നൽകുന്ന സമ്പത്തും ഐശ്വര്യവും കീർത്തിയും ആര് അനുഭവിക്കുന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു? അന്യൻ. 12, അന്യൻ അവ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഇതും മിഥ്യയും തീവ്ര വേദനയുമാണ്. 13, ഒരുവൻ എത്ര മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? 100 മക്കളോടുകൂടെ. 14, ഒരുവൻ 100 മക്കളോടുകൂടെ എങ്ങനെ ആയിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നു എന്ന് ഞാൻ പറയും എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ദീർഘായുഷ്മാനായിരുന്നാലും. 15, ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം എന്തായിരുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ചാപിള്ളയായി പിറക്കുന്നത്. 16, ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവൻ എന്തെല്ലാം ലഭിക്കാൻ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ. 17, അത് മിഥ്യയിൽ ജനിച്ച് എവിടേക്ക് പോകുന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു? അന്ധകാരത്തിലേക്ക്. ഇവിടെ അത് എന്ന് പറഞ്ഞിരിക്കുന്നത് ചാപിള്ളയെ കുറിച്ചാണ്. 18, കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ പറയുന്നത്? അതിന്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. 19, എന്താണ് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നത്? ചാപിള്ള.
20 അതിന്റെ ചാപിള്ളയുടെ എന്ത് അവിടെ തിരോഭവിക്കുന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു, നാമം. 21 ചാപിള്ള എന്ത് കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല, വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല. 22 വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ലാത്തത് എന്ത്, ചാപിള്ള. 23 എങ്കിലും അത് എന്തുപോലെയല്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നു, മുൻപ് പറയപ്പെട്ടവനെ പോലെ. മുൻപ് പറയപ്പെട്ടവനെ പോലെ എന്ന് പറയുമ്പോൾ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്ന ആളെയും ചാപിള്ളയെയും തമ്മിലാണ് സഭാപ്രസംഗകൻ താരതമ്യം ചെയ്യുന്നത്. 24 എങ്കിലും അത് ചാപിള്ള മുൻപ് പറയപ്പെട്ടവനെ പോലെയല്ല, അതിന് എന്തുണ്ട്, സ്വസ്ഥതയുണ്ട്. 25 അവൻ, അതായത് 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നവൻ 2000 വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത്. ഇവിടെ ഇരുവരും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയെല്ലാം കുറിച്ചാണ്? 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നവനെയും ചാപിള്ളയെയും. 26 അവൻ, 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നവൻ എത്ര വർഷം ജീവിച്ചാലും എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്, 2000 വർഷം. 27 അവൻ 2000 വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും എവിടെയാണ് ചെന്നടിയുന്നത്? ഒരിടത്ത്. ഇരുവരും എന്ന് പറയുന്നത് ചാപിള്ളയും 2000 വർഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യനുമാണ്. 28 എന്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ? ഉദരപൂരണത്തിന്. 29 ഉദരപൂരണത്തിനാണ്. ആരുടെ അധ്വാനം മുഴുവൻ? മനുഷ്യന്റെ. 30 ഉദരപൂരണത്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവനെങ്കിലും അവന് എന്ത് അടങ്ങുന്നില്ല? വിശപ്പ്. 31 ആർക്ക് മൂഢനേക്കാൾ എന്തു മേന്മയാണുള്ളത്? ജ്ഞാനിക്ക്. ജ്ഞാനിക്ക് ആരേക്കാൾ എന്തു മേന്മയാണുള്ളത് എന്ന് സഭാപ്രസംഗകൻ ചോദിക്കുന്നു, മൂഢനേക്കാൾ. 33 ആരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്തു നേട്ടം? മറ്റുള്ളവരുടെ. 34 മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെ നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്തു നേട്ടം? ചമഞ്ഞു നടക്കാൻ. 35 മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ആർക്ക് എന്തു നേട്ടം എന്ന് സഭാപ്രസംഗകൻ ചോദിക്കുന്നു, ദരിദ്രന്. 36 കൺമുൻപിലുള്ളത് കൊണ്ട് എന്തു ചെയ്യുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത്? തൃപ്തിപ്പെടുന്നതാണ്. 37 കൺമുൻപിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് എന്തിനേക്കാൾ നല്ലത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു, സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ. 38 കൺമുൻപിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. 39 എന്തിനെല്ലാം പേരിട്ട് കഴിഞ്ഞു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു, ഉണ്ടായിട്ടുള്ളതിനെല്ലാം. 40 ആർക്ക് തന്നെക്കാൾ ശക്തനോട് മല്ലിടാൻ കഴിവില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു, മനുഷ്യന്. 41 എന്ത് വ്യക്തമായി കഴിഞ്ഞു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു, മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും. 42 മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് എന്തു ചെയ്യാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു, മല്ലിടാൻ. 43 എന്തിന്റെ പെരുപ്പം? മിഥ്യയുടെ പെരുപ്പം തന്നെ എന്ന് സഭാപ്രസംഗകൻ പറയുന്നു, വാക്കുകളുടെ. 44 വാക്കുകളുടെ പെരുപ്പം എന്തിന്റെ പെരുപ്പം തന്നെ? മിഥ്യയുടെ. 45 വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? മനുഷ്യന് ഇതിലെന്തു മേന്മ? 46 ആർക്ക് ഇതിലെന്തു മേന്മ എന്ന് സഭാപ്രസംഗകൻ ചോദിക്കുന്നു, മനുഷ്യന്. 47 എന്തുപോലെ കടന്നുപോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആരറിയുന്നു എന്ന് സഭാപ്രസംഗകൻ ചോദിക്കുന്നു, നിഴൽ പോലെ. 48 വ്യർത്ഥമായ ഹ്രസ്വജീവിതം എങ്ങനെ കടന്നു പോകുന്നു? നിഴൽ പോലെ. 49 നിഴൽ പോലെ കടന്നു പോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വജീവിതത്തിൽ ആർക്ക് നന്മയായിട്ടുള്ളത് എന്താണ് എന്ന് ആര് അറിയുന്നു? മനുഷ്യൻ.
50 എന്തിനു കീഴെ തനിക്കു ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്കു കഴിയും എന്ന് സഭാപ്രസംഗകൻ ചോദിക്കുന്നു. സൂര്യനു കീഴെ. 51 സൂര്യനു കീഴെ തനിക്കു ശേഷം എന്ത് സംഭവിക്കും എന്ന് ആരോട് പറയാൻ കഴിയും? അവനോട്, അതായത് മനുഷ്യനോട്. 52 സൂര്യനു കീഴെ തനിക്കു ശേഷം ഡാഷ് അവനോട് പറയാൻ ആർക്ക് കഴിയും? സഭാപ്രസംഗകൻ 6:12 പ്രകാരം പൂരിപ്പിക്കുക. എന്ത് സംഭവിക്കുമെന്ന്. 3 സമാന വാക്യങ്ങളാണ് സഭാപ്രസംഗകൻ അധ്യായം 6 നൽകിയിട്ടുള്ളത്. ഒന്ന്, സഭാപ്രസംഗകൻ 6:2 സമാനമായ പുതിയ നിയമ ഭാഗം ലൂക്ക 12:20. ആ വാക്യങ്ങൾ ഇപ്രകാരമാണ്: ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇത് മിഥ്യയും തീവ്ര വേദനയുമാണ്. അതിന് സമാനമായി ലൂക്ക 12:20 പറയുന്നത്: എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? രണ്ടും സമാനമായ 2 സാഹചര്യങ്ങളാണ്. ഒന്ന്, സഭാപ്രസംഗകൻ പറയുന്നത് ഒരുവൻ സമ്പാദിച്ചു കൂട്ടുന്നതൊന്നും അനുഭവിക്കാൻ ദൈവം അവന് അനുഗ്രഹം നൽകുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗത്ത് ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ എല്ലാം സമ്പാദിച്ചു വച്ചിട്ട്, ആ സംഭവം നമുക്കറിയാം, അവൻ തന്റെ ആത്മാവിനോട് തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്ന് പറയുമ്പോഴാണ് ഈശോ ചോദിക്കുന്നത്, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? രണ്ടാമത്തെ സമാന വാക്യം സഭാപ്രസംഗകൻ 6:10 സമാനമായ പഴയ നിയമഭാഗം ഫുട് നോട്ടിൽ നൽകിയിട്ടുള്ളത് ഉൽപ്പത്തി 1:2 ആ 2 വാക്യങ്ങളും അവിടെ പറയുന്നു. ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ട് കഴിഞ്ഞു. മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു. സഭാപ്രസംഗകൻ 6:10 അങ്ങനെയാണ് പറയുന്നത്. ഉൽപ്പത്തി 1:2 പറയുന്നത് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം അതിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അതിൽ കാര്യമായൊരു ബന്ധം എനിക്ക് തോന്നുന്നില്ല. സഭാപ്രസംഗകൻ 6:10 ആദ്യം പറയുന്നത് ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ട് കഴിഞ്ഞു എന്നാണ്. ഒരുപക്ഷെ അതിന് സമാനമായി ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു, എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. ഒരുപക്ഷെ ഈ 2 വാക്യങ്ങളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. 2-ാം അധ്യായത്തിൽ ഏദൻ തോട്ടം എന്ന് പറയുന്ന തലക്കെട്ടിനു കീഴിൽ വരുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഒരു 15-ാമത്തെ വാക്യം മുതൽ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. 3-ാമത്തെ സമാനവാക്യം സഭാപ്രസംഗകൻ 6:12 സമാനമായ തിരുവചന ഭാഗങ്ങൾ 1 ദിനവൃത്താന്തം 29:15, ജോബ് 14:1. ആ വാക്യങ്ങൾ ഇപ്രകാരമാണ്: നിഴൽ പോലെ കടന്നു പോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആര് അറിയുന്നു? സൂര്യനു കീഴെ തനിക്കു ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്ക് കഴിയും? അതിന് സമാനമായി 1 ദിനവൃത്താന്തം 29:15 പറയുന്നത്, അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തൽക്കാല വാസക്കാരുമാണ്. ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ്, എല്ലാം അസ്ഥിരമാകുന്നു. ജോബ് 14:1 പറയുന്നത്, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യന് അല്പായുസ്സാണ്, അവന്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതും. മനുഷ്യജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് ഈ 3 വാക്യങ്ങളും പറയുകയാണ്. ഇങ്ങനെ 55 ചോദ്യങ്ങളാണ് സഭാപ്രസംഗകൻ 6-ാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ പുസ്തകം ഡിസംബർ ആദ്യ ആഴ്ചയോടുകൂടി പ്രിന്റ് ചെയ്ത് കഴിയും. ആദ്യ ആഴ്ചയുടെ അവസാനം തന്നെ അയക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഡിസംബർ ആയതുകൊണ്ട് തന്നെ പ്രസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കലണ്ടറിന്റെയും ഡയറിയുടെയും വർക്കുകൾ കുറേയധികം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറെ തിരക്കുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രസ്സിൽ നിന്ന് പ്രിന്റ് ചെയ്ത് കിട്ടാൻ ചിലപ്പോൾ ഒരാഴ്ച കൂടിയൊക്കെ എടുക്കും എന്നാണ് കരുതുന്നത്. ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ പുസ്തകം അയച്ചു തുടങ്ങും. എല്ലാവർക്കും നിലവിൽ പൈസ അടച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഡിസംബർ മാസത്തിൽ തന്നെ ഉറപ്പായും പുസ്തകം ലഭിച്ചിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാ ഉദ്യമങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക.
എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.